الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان صدق الله العلي العظيم وصدق وبلغ رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. അടുത്തതായി പ്രാർത്ഥനയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി മൊയ്തീൻ കുട്ടി ഫൈസി അവറുകളെ ക്ഷണിച്ചു. إلى حضرة روح نبينا محمد شفينا صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. اللهم ثم إلى حضرة أرواح من ماتوا من آبائنا وأمنا وأمهاتنا وجدنا وجداتنا وخالنا وخالاتنا وعمنا وعماتنا وسائر أقاربنا كلها عما إنك على كل شيء قدير. اللهم اغفر لهم وارحمهم واعف عنهم وأكرم نزلهم ووسع مدخلهم يا رب العالمين. اللهم صل على سيدنا محمد وعلى آل رسولك سيدنا مولانا محمد. അർഹമുർ-റഹീമീൻ റബ്ബേ, ഞങ്ങളുടെ ഈ സംഗമം നീ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കണേ റഹ്മാനെ. അർഹമുർ-റഹീമീൻ റബ്ബേ, ഞങ്ങളിൽ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, മറ്റു പ്രവർത്തകരുണ്ട്, എല്ലാവർക്കും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ള കുടുംബങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്നിവിടെ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. 921 കാലഘട്ടത്തിൽ ഇരിങ്ങല്ലൂരിലും കുഴിപ്പുറത്തും പരിസര പ്രദേശങ്ങളിലുമായി ജീവിച്ചിരുന്ന നമ്മൾ ബ്രിട്ടീഷുകാരുമായി ഉണ്ടായ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി പലായനം ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വേർപിരിഞ്ഞ നമ്മൾ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിന് ശേഷമാണ് ഏകദേശം 2012
നമ്മൾ വീണ്ടും ഒത്തൊരുമിച്ച് കൂടുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബത്തിലെ യുവാക്കളും കാരണവന്മാരും ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും വളരെ ആദരവോടെയും അതിലേറെ ബഹുമാനത്തോടെയും നമ്മൾ മാഷ് എന്ന് വിളിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ അഹമ്മദ് കുട്ടി മാഷ് അവറുകളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും 2012 ആദ്യമായി തലപ്പാറ MCM ഓഡിറ്റോറിയത്തിൽ ആദ്യമായി ഒരുമിച്ച് കൂടുകയും ശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് 7ാമത്തെ കുടുംബസംഗമത്തിലാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയതിൻ്റെ ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഹമ്മദ് കുട്ടി മാഷ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ സംഗമം നമ്മൾ നടത്താൻ കാരണക്കാരൻ യഥാർത്ഥത്തിൽ ആലിഹാജി കുഴിപ്പുറാണ്, നമ്മുടെ ഉപദേശക സമിതി ചെയർമാനാണ്. ഈ സംഗമം മാത്രമല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന 2 സംഗമവും നടത്താൻ യഥാർത്ഥത്തിൽ കാരണക്കാരൻ ആലിഹാജിയാണ്. നമുക്കറിയാമല്ലോ, ഇതിനൊരു ഭാരിച്ച ചിലവ് വരും. അപ്പം അതിൽ വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ പണി എന്താന്ന് പറഞ്ഞാൽ ഈ സംഗമം നടത്തുക എന്നുള്ളതാണ്. ആ ഒരു പണി മാത്രമാണ് ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും മറ്റ് സംഗമങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആരെയും വിളിക്കാതെ മന്ത്രിമാരും MLA-മാരും തങ്ങന്മാരും ആത്മീയ നേതാക്കന്മാരും ഒക്കെ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സംഗമങ്ങളിൽ. അതിന് വ്യത്യസ്തമായിട്ട് ആലിയാജി കുഴിപ്പുറത്തെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് അദ്ദേഹം ഈ ഫാമിലി അസോസിയേഷന് വേണ്ടി നൽകിയ മഹത്തായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും, ഉദ്ഘാടനം മാത്രമല്ല, നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വീടുകളുടെ നിർമ്മാണം പൂർണ്ണമായിട്ടും 3 വീടുകൾ നിർമ്മിച്ചു കൊടുത്തു, ഭാഗികമായിട്ട് കുറേ വീടുകൾ നിർമ്മിച്ചു, ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി. ഇൻഷാ അല്ലാഹ് ഈ സംഗമം മുതൽ നമുക്ക് നല്ല ഒരു റിലീഫ് പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് കരുതുന്നുണ്ട്. ആ റിലീഫ് പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം കൂടി ബഹുമാനപ്പെട്ട ആലിഹാജി നിർവഹിക്കുന്നതാണ്. ഈ 2 ചടങ്ങുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആലിഹാജി കുഴിപ്പുറത്തെ ആദരപൂർവ്വം, ബഹുമാനപൂർവ്വം, അഭിമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി മഹത്തായ ഒരു കൂട്ടായ്മയിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പല ബന്ധങ്ങളും പലപ്പോഴും പല കുടുംബ സംബന്ധങ്ങളും 1, 2, 3 അവസാനിക്കലാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി 10-12 കൊല്ലത്തിന് ശേഷം 7ാം സംഗമം നമുക്ക് കൂടാൻ സഹകരിച്ചു. നമ്മൾ വാപ്പ വഴിക്കും, വാപ്പാൻ്റെ വാപ്പ, ഇളയപ്പ, മൂത്താപ്പ, ഉമ്മ, മൂത്തമ്മ, ചെറിയമ്മ, ഇളയമ്മ, ഈ ബന്ധങ്ങൾ അടിസ്ഥാനപരമായി വളരെ മഹത്തായ ദീനുൽ ഇസ്ലാമിൻ്റെയും ബന്ധത്തിൻ്റെയും ഉറവിടം. അതിൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും, നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകൾക്കും അതിൻ്റെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ബന്ധങ്ങൾ നിലനിർത്തണം. കുടുംബ ബന്ധമില്ലാത്തവന് അള്ളാഹുവിൻ്റെ ദീൻ, അവൻ്റെ റഹ്മത്തുണ്ടാവില്ല. അവൻ്റെ റഹ്മത്തിൽ എല്ലാം പൊട്ടിയടക്കപ്പെടുന്നതാണ് റഹ്മത്ത്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താണ് ബന്ധം ചേർക്കാത്തവന് പണം കൊണ്ടില്ലേ, സമ്പത്തില്ലേ എന്ന്? അതല്ല, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. നമ്മൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് നമ്മൾ കുടുംബം ചേർക്കേണ്ടത് ദുനിയാവിലും നാളെ ആഖിറത്തുക്കും വേണ്ടിയാണ്.
നാളെ ആഖിറത്തേക്ക് പുണ്യം കിട്ടുന്ന കാര്യം, ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇത്രയും നമ്മൾ വിജയിച്ച് മുന്നോട്ട് പോകാൻ കാരണം നമ്മൾ പരസ്പരം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മുഹമ്മദ് കുട്ടിയാണ് ഇതിനാദ്യമായിട്ട് ഈ ഇറങ്ങി പുറപ്പെട്ടത്. പല പ്രാവശ്യം നമ്മൾ 7ാമത്തെ ഈ കുടുംബസംഗമം ഇങ്ങനെ ചേരാൻ വളരെ ത്യാഗം ചെയ്ത്, വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ട് ഓരോരുത്തരും 4 ഭാഗത്തു നിന്നും, കുഴിപ്പുറം, ഇരിങ്ങല്ലൂർ, പറപ്പൂര്, നമ്മളെ പാണ്ടിക്കാട്, കണ്ണമംഗലം, ഓരോ ആൾക്കാരും, യുവാക്കളും ചെറുപ്രായക്കാരും, നല്ല വയസ്സായ 108 വയസ്സായ നമ്മളെ കുടുംബത്തിൽപ്പെട്ട നമ്മളെ കാരണവർ പാണ്ടിക്കാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ അളാപ്പാനെ വളരെയധികം 100ഓളം വയസ്സായ ഒരു അളാപ്പാനെ വിളിക്കാൻ വേണ്ടി പോയിരുന്നു. വൈജാത്ത് കൊണ്ട് വന്നിട്ടില്ല. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ പടച്ചവനെ ഓർത്ത് നമ്മളിത് നിലനിർത്തി മുന്നോട്ട് പോകണം. ഇതിലും കൂടുതൽ ഭംഗിയായിട്ട്, ഇതിലും മെച്ചപ്പെട്ട് ചേർക്കുന്നവർ, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം, കുടുംബബന്ധത്തിൽ ദാനവും ധർമ്മവും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. ഉള്ളവർ കൂട്ടായ്മ നമ്മൾ കൂടിയിട്ട് ആലോചിച്ച് അത് നിലനിർത്താൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ എല്ലാ ബന്ധങ്ങളും നല്ലതിൽ എത്തിച്ചേരാനും നമ്മളെ കുടുംബങ്ങൾ ഒത്തൊരുമയോട് പോകാൻ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, റിലീഫ് പ്രവർത്തനത്തിന് ഞാൻ പ്രത്യേകം മമ്മൂട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിലേറ്റവും അർഹതപ്പെട്ടവർക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മളെ കുടുംബത്തിൽ ഏറ്റവും നമ്മളെ മക്കളോടുള്ള കടമ, മക്കൾക്ക് മാതാപിതാക്കളോട് കടമ, മക്കളോടുള്ള പെരുമാറ്റം കൂട്ടായിട്ട് നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ട് നമ്മൾ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം. കൂട്ടുകുടുംബങ്ങളെപ്പറ്റി ചർച്ച ചെയ്യണം. മാതാപിതാക്കളെ പറ്റി മക്കൾ അറിഞ്ഞിരിക്കണം, മക്കളെപ്പറ്റി മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞുകൊണ്ട് ഇസ്ലാമികപരമായിട്ട് അതിൻ്റെ നീതി, അതിൻ്റെ യുക്തി, 5 വക്ത് നിസ്കരിക്കാൻ നമ്മൾ പിതാക്കന്മാർ മാത്രം പോയ പല കുട്ടികളും കൂടെ ഒപ്പം കൊണ്ടുപോകണം. വീട്ടിൽ എല്ലാവരും നിസ്കരിക്കുന്നുണ്ടോയെന്ന് നോക്കണം. അതുപോലെ ദീനിൽ ഇസ്ലാമിനെ പറ്റി പഠിക്കണം. അപ്പോഴേ ബന്ധത്തിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് അറിയുക. ബന്ധം മുറിക്കുന്നവനെ പറ്റി കൂട്ടുകൂടല്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നവർക്ക് റഹ്മത്തുണ്ടാവും, അവർക്ക് ബർക്കത്തുണ്ടാവും, അവരുടെ എല്ലാ പ്രവർത്തനത്തിലും അള്ളാഹ് ഹൈറ് തരുന്ന അള്ളയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും വീട്ടിൽ വലിച്ചു പറയാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനായിട്ട് പ്രത്യേക സ്ഥാനമോ പ്രത്യേക ഒരു ഇതോ ഒന്നുമില്ല. നമ്മൾ കുടുംബങ്ങളാണ്, നമ്മൾ ബന്ധുക്കാരാണ്. ഒരേ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്ത മക്കളാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. ഇന്ന് ആകെ കുടുംബം ബന്ധങ്ങൾ അറിയാതെ തകർന്ന് കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പടച്ചവനെ വിചാരിച്ചിട്ട് നമ്മൾ ഐക്യത്തോടും ഒത്തൊരുമയോടും കൂടി കഴിയുന്നതിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വളരെയധികം പ്രതിഫലമുള്ള കാര്യമാണ്. ഇതെല്ലാവരും മനസ്സിലാക്കി സന്മനസ്സോടു കൂടി നമ്മളിത് സഹകരിച്ച് വന്നിതൊരു നഷ്ടമല്ല, ഇത് വളരെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നിങ്ങളെല്ലാവരും നമ്മളെ കുടുംബത്തിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. ആദരണീയരായ നമ്മുടെ കുടുംബ കാരണവന്മാർ, എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ അത് സമയനഷ്ടമാകുമെന്ന് കരുതി അവരോടുള്ള ആദരവും ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കാരണവന്മാർ, ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട ആലിഹാജി അവർകൾ, CK ഫാമിലി അസോസിയേഷൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ജ്യേഷ്ഠാനുജന്മാർ, പങ്ങന്മാർ, ഉമ്മമാർ, പ്രിയപ്പെട്ട കുട്ടികൾ, കാരണം ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വേദി ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്.
ഇതൊരു നിയോഗമാണ്. നിയോഗമാണെന്ന് പറഞ്ഞാൽ ഇത് നമുക്കെന്തോ വൈകി വന്ന ഒരു സൗഭാഗ്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, 14 വർഷം മുമ്പ് കല്ലക്കയത്തെ കുഞ്ഞോമതാക്കിയും ഞാനും കൂടി കുടുംബബന്ധം ചേർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പാണ്ടിക്കാട് വന്നതും കണ്ണമംഗലത്ത് വന്നതും ഒതുക്കുങ്ങൽ വന്നതും പൊട്ടിക്കല്ല് വന്നതും എന്തിനു പറയുന്നു, കുഴിപ്പുറത്ത് വരെ പോയത്, വാളക്കുളത്ത് പോയത്, മമ്പാട് പോയത്, കോഴിച്ചന, പിന്നെ കോടൂര്, ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെ സ്ഥലമാണ്. പൊന്മള, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പറപ്പൂര്, തെക്കേക്കുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ പോയി എവിടെയൊക്കെയാണോ നമ്മുടെ കുടുംബങ്ങളുള്ളത് എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ചായ കുടിക്കുന്ന പീടികയിൽ നിന്ന് പറഞ്ഞു, ഞങ്ങളെ കുടുംബസംഘമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനും ചെവിടിക്കുന്നതിനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടുന്ന് വന്നതോ ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ കൊടുവള്ളിയിൽ നിന്നും, അവിടെ ചീടിക്കുന്ന് എന്ന പേരുണ്ട്, ചെവിടിക്കുന്നിൽ നിന്നും വന്നതാണ്. ഞാൻ സൂചിപ്പിച്ചത് എന്താന്ന് പറഞ്ഞാൽ, ചെവിടിക്കുന്ന് എന്ന സ്ഥലത്ത് കൊടുവള്ളിയിൽ കുടുംബമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും കണ്ണമംഗലത്തെ മൂസാക്കിയും കൂടി അവിടെ വരെ പോയി. ഒരു വല്ലാത്ത കുന്നാണത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, അത് ഞങ്ങൾ ചെവിടിക്കുന്ന് എന്ന കുന്നന്മാരെന്ന് പറയാൻ കാരണം ഈ കുന്നിൻ്റെ പേര് ചെവിടിക്കുന്ന് എന്നാണ്, ഇവിടെ താമസിക്കുന്നവരായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞങ്ങളെ ബാക്കിയല്ല എന്ന് പറഞ്ഞ് അവരെ ഇതിൽ പറഞ്ഞാൽ നമ്മൾ വലിയൊരു കുടുംബം ഉണ്ടാക്കിയപ്പോൾ എവിടുന്നൊക്കെ പിടിച്ചോടുന്നു എന്നൊന്നും കരുതണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പാണ്ടിക്കാട് വെച്ച് നടന്ന ചെവിടിക്കുന്ന കുടുംബസംഗമത്തിൽ നമ്മൾ ഇറക്കിയ സപ്ലിമെൻ്റാണിത്. കുന്നോളമല്ല മലയോളം വരും പോരാട്ട ചരിത്രം എന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ട്. ഈ കുടുംബത്തെ കൂട്ടി യോജിപ്പിച്ചത് വളരെ സാഹസികമായ ഒരു രീതിയാണ്. 4 കൊല്ലം ഈ കുടുംബത്തെപ്പറ്റി, ഞാനൊരു ചരിത്ര അധ്യാപകനായതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഒരുപാട് വിവരം ശേഖരിച്ച് സംസ്ഥാന പുരാരേഖാ വകുപ്പിൻ്റെ ഓഫീസുണ്ട് കോഴിക്കോട്, അവിടെ കുറേ ദിവസം പോയിരുന്ന് ഒരുപാട് സാഹസികമായ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഈ ചരിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള കുടുംബസംഗമൊക്കെ നടത്താൻ എളുപ്പമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ കുടുംബങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? അവരുടെ ആ പരിസരത്തോ, അവിടെയോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോ ഉണ്ടാവും. നമുക്ക് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് പാണ്ടിക്കാട്ടിൽ നിന്നും അമ്പാട്ടിൽ നിന്നും വന്നപ്പോൾ യഥാർത്ഥത്തിൽ അതിനത് ഒരു വരവാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയതിന് ശേഷം മക്കം ഫത്വുമായിട്ടുണ്ട് മക്കത്തേക്കൊരു വരവ്. അതേപോലെയാണ് ഈ വരവ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മൂസക്കുട്ടി സൂചിപ്പിച്ച പോലെ 1921 പോരാട്ടം കൊണ്ടല്ല നമ്മൾ തുടങ്ങുന്നത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. 1921 പോരാട്ടക്കാരും മറ്റൊക്കെ കുറേ ഇവിടെ ഉണ്ട്. നമ്മൾ വെളിയങ്കോട് ഉമർ ഖാദിയുടെ നികുതി നിഷേധ ഫത്വ സ്വീകരിക്കാതെ, കാരണം പണത്തിന് പകരം സാധനങ്ങൾക്ക് പകരം പണം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് തരില്ല എന്ന് പറഞ്ഞിട്ട് നികുതി കൊടുക്കാതെ 4 പ്രാവശ്യമോ 5 പ്രാവശ്യമോ നികുതി പിരിക്കുന്ന ആളുകളെ മടക്കി അയച്ചിട്ട് ആ നികുതി പിരിക്കുന്ന ആളുകളുമായിട്ട് എന്താണ്, ഒരു ഉപ്പയും 3 സഹോദരന്മാരും അവിടെ വെച്ച് സംഘർഷമുണ്ടാക്കുകയും, കാരണം വീട് ജപ്തി ചെയ്യാമെന്നാണ്. അക്കാലഘട്ടത്തിലൊന്നും ഈ പറഞ്ഞ ആൾക്കാരൊന്നും പോരാട്ടം തുടങ്ങിയിട്ടില്ല. 1752 മുതൽ 1850 വരെയാണ് വെളിയങ്കോട് ഉമർ ഖാദിയുടെ ജീവിതകാലം. അന്ന് ഉണ്ടായ സംഘർഷത്തിൽ അധികാരിയെ കൊല്ലേണ്ടി വന്നു. കാരണം ആ സംഘർഷത്തിൽ സംഭവിച്ചതാണ്, അല്ലാതെ നമ്മളിങ്ങനെ ഈ കൊല്ലാൻ നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. അധികാരി എന്താണ് മരിക്കുകയും മറ്റാളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തപ്പോൾ അവിടെ നിന്നും ഒളിച്ചോടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഞങ്ങളിങ്ങനെ പോയപ്പോൾ എങ്ങനെയാണ് അവിടെ എത്തിയത്, പാണ്ടിക്കാടൊക്കെ എത്തിയത്?
പാണ്ടിക്കാട് എന്താണ് കടലിൻ്റെ പുഴയിലൂടെ വേഷപ്രച്ഛന്നനായി പോയിട്ട് ആണ് പെണ്ണിൻ്റെ വേഷം ധരിച്ചു പോയിട്ട് വല്ല പുഴയും വലിപ്പുഴയും ചേരുന്ന ഒരു തുരുത്തുണ്ട്. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് കടലിൻ്റെ പുഴ ആകുക. ആല് മുസ്ലിയാരായിരുന്നു എന്ന കാരണം അവർ ഇപ്പം ഇല്ല, അവർ മരിച്ചു അല്ലേ. അവരുടെ മക്കളാണ് ഇപ്പോൾ അവിടെ താമസം. അന്നുണ്ടാക്കിയ ആ വീടിൻ്റെ തറയുടെ ഒരു ഭാഗം ഇന്നുമുണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കണ്ടൊന്നും ആരും കൂട്ടിയിട്ടില്ല ചരിത്രം. അങ്ങനെ അവിടെ എത്തിയപ്പോഴേ അന്ന് എന്താണ് പോയ ആ പിന്നെ അലവി എന്നാണ് പേരെന്നാ തോന്നുന്നു. ഏതായാലും എന്തെങ്കിലും ഇപ്പോൾ വായിക്കാനും നേരമില്ലല്ലോ. കാരണം ഇതിൻ്റെ സംഘാടനത്തിനിടയിൽ ഇതൊക്കെ വായിക്കാൻ മറന്നേക്കണം. കാരണം അതിനകത്രം തിരക്കായിരുന്നു ഇതൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്, സൂചിപ്പിക്കുകയാണ്. എനിക്ക് വീണ്ടും പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കൂട്ടായ്മ എന്താണെന്ന് പറഞ്ഞാൽ കിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അത്രേ പറയാനുള്ളൂ. കാരണം ഏതൊന്നിൻ്റെ പേരിലാണോ നമ്മൾ ഭയപ്പെട്ടു പോയത്, നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. നെഞ്ച് വിരിച്ചുകൊണ്ട്, കാരണം നമ്മുടെ സ്വഭാവം അതാണ്. കാരണം പറയാനുള്ളതൊക്കെ നേരത്തെ പറയും, നേരിട്ട് പറയുന്നൊരു സ്വഭാവമാണുള്ളത്. നെഞ്ച് വിരിച്ചുകൊണ്ട് എവിടെയും എന്താന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തോടു കൂടി ഏതൊരു സ്ഥലത്തേക്കും കടന്നു വരാൻ പറ്റുന്ന തരത്തിലേക്ക് ഒളിച്ചോടേണ്ട, അല്ലെങ്കിൽ എന്താണ് പേടിപ്പെടേണ്ട ഒരു സാഹചര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ കുടുംബസംഗമം മാറിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് 11 കൊല്ലത്തിനിടയിൽ 7 സംഗമം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. അത് നമ്മുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ്. കാരണം പരസ്പരം എന്താന്ന് പറഞ്ഞാൽ അറിയാതെ കിടന്നിരുന്ന നമ്മളെ മനസ്സിലുണ്ടായിരുന്ന നൊമ്പരങ്ങൾ, വിഷമങ്ങൾ, അത് നമ്മളിങ്ങനെ പേറി നടന്ന് എന്താണ് ഒരു വേദി ഉണ്ടായപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരുമിച്ചിട്ടുള്ളത്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ കൂട്ടായ്മ നിലനിൽക്കണം. കൂട്ടായ്മ സജീവമാകണമെങ്കിൽ കുടുംബത്തിന് വേണ്ടി എന്താണ് കൊല്ലത്തിലൊരിക്കലോ 1-2 പ്രാവശ്യം കൂടിയാൽ പോരാ, അല്ലെങ്കിൽ എവിടെയെങ്കിലും യോഗങ്ങൾ നടത്തിയാൽ പോരാ. റിലീഫ് പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തണം. വീണ്ടും എന്താണെന്ന് പറഞ്ഞാൽ അവനവൻ്റെ കഴിവിനനുസരിച്ച് ഇന്നിവിടെ നിന്ന് തീരുമാനിച്ച് എല്ലാവരും പോകണം. തങ്ങളുടേതായ ഒരു സംഭാവന ഈ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാകുമെന്ന ദൃഢനിശ്ചയമുണ്ട്. അതാകട്ടെ ഈ കുടുംബസംഗമത്തിൻ്റെ പ്രഖ്യാപനം, അതാകട്ടെ ഇതിൻ്റെ വിജയമെന്ന് സൂചിപ്പിക്കുക. വന്നെത്തിയ എല്ലാവരെയും വളരെ സാഹസപ്പെട്ടാണ് എല്ലാവരും ഇന്ന് എത്തിയിട്ടുള്ളത്. എല്ലാവരെയും ഹാർദമായിട്ട് അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുകയാണ്. അടുത്ത് പ്രസംഗിക്കുന്നതിന് വേണ്ടി മൊയ്തീൻകുട്ടി മാഷ് ക്ഷണിക്കുകയാണ്. തന്നല മൊയ്തീൻകുട്ടി മാഷ് 10 കൊല്ലം തന്നല പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കുഴിപ്പുറത്ത് നിന്ന് പോയതാണ്. ആലിയാജിയുടെ മൂത്താപ്പാൻ്റെ മകനാണ്. 10 കൊല്ലം തന്നല പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. നമ്മുടെ പാണ്ടിക്കാട്ടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത മൊയ്തീൻകുട്ടി മാഷായിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മറ്റു വേദിയിലും സ്റ്റേജിലുമുള്ള സഹോദരന്മാരെ, എനിക്ക് സംസാരിക്കാനൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട്. അപ്പം ഞാൻ കാര്യമായ ഒരു ആശംസ മാത്രം നിർവഹിക്കുക എന്നുള്ളതാണ് ക്ഷണിച്ച സ്ഥിതിക്ക്. ഈ കുടുംബസംഗമത്തിൻ്റെ എല്ലാ യോഗങ്ങളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, കുടുംബസംഗമം കൂടും, നമ്മളെ വയസ്സും കൂടുകയാണ്, കുടുംബസംഗമത്തിൻ്റെ എണ്ണം കൂടും, അതിനനുസരിച്ച് നമ്മളെല്ലാവരെയും പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഭാവിയിലും ഇതിൻ്റെ പ്രവർത്തനം നടത്താൻ ഇതിൻ്റെ ആളുകൾക്കെല്ലാം, ഭാരവാഹികൾക്കും മറ്റുള്ളവർക്കും നമുക്കെല്ലാം സർവശക്തനായ അള്ളാഹു
ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ അസോസിയേഷൻ്റെ ട്രഷറർ ബാപ്പുട്ടി ഹാജി പാണ്ടിക്കാട്. ഇവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ എണീറ്റ് നിൽക്കുന്നത്. കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ 7ാമത്തെ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് സാധാരണ നമ്മളൊരു സംഗമം നടത്തുമ്പോൾ 3-4 മാസത്തെ ഒരുക്കങ്ങൾ കൊണ്ടാണ് നമ്മളത് നടത്തി പോരാറുള്ളത്. നമുക്ക് തുച്ഛമായ സമയമാണിത് ഈ ഒരുക്കങ്ങൾക്ക് വേണ്ടി ലഭിച്ചത്. ഉള്ള സമയം വെച്ച് എല്ലാ മേഖലകളിലും അതിൻ്റെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് അതിന് വേണ്ട രീതിയിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി അൽഹംദുലില്ലാഹ് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യമായി ഞാൻ അർപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ വിപുലമായ ചരിത്രം നമ്മുടെ മാഷ് നിങ്ങൾക്കിവിടെ പറഞ്ഞു. അത് നമ്മുടെ പാണ്ടിക്കാടുള്ള കുടുംബസംഗമത്തിൽ നമ്മളൊരു സുവനീർ ഇറക്കിയിരുന്നു. അതിൽ വ്യക്തമായി വളരെ വിശദമായ നമ്മുടെ ചരിത്രം അതിൽ ഉണ്ടായിരുന്നു. കൂടുതലായി ഒന്നും പ്രസംഗിക്കുന്നില്ല, കാരണം നമുക്കിവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. അതിന് കൂടത്ത് നമുക്കൊരു ക്ലാസ് നടക്കാനുണ്ട്. കുടുംബസംഗമത്തിൽ കുടുംബത്തിൻ്റെ എന്തിനാണ് ഈ കുടുംബസംഗമം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബബന്ധം പുലർത്തുക, നമ്മുടെ ഛിന്ന ഭിന്നമായി പോയ നമ്മുടെ കുടുംബത്തെ ഈ രീതിയിൽ നമുക്ക് ഒരുമിച്ച് കിട്ടിയത് നിരവധി ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായാണ്. 2012 എൻ്റെ മോളുടെ വിവാഹ ദിവസം പാണ്ടിക്കാട് വണ്ടൂർ റോഡിലുള്ളൊരു മണ്ഡപത്തിൽ എന്നെ കാണാൻ വേണ്ടി ഈ ഭാഗത്ത് നിന്ന് ഒരു 8-10 പേര് വന്നു. അതിൽ നമ്മുടെ എളാപ്പാന്ന് വിളിക്കുന്ന അബ്രഹംകുട്ടി ഹാജി, മാഷ്, ഇവർ പോലെയുള്ള നമ്മുടെ കല്ലകത്തുള്ള മറ്റ് കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് എന്നോട് വളരാടുള്ള നമ്മുടെ അമ്മക്ക് പറഞ്ഞു, നിന്നെ കാണാൻ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വെളിയിൽ വന്ന് ഇവരായിട്ട് സംസാരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ചെവിടിക്കുന്നന്മാരാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗത്ത് വന്നിട്ട്, അപ്പോൾ അവർ പൊട്ടിയെടുത്താലൊക്കെ പോയി അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അവിടെ നിന്നൊക്കെ എല്ലാം സംസാരിച്ചിട്ടാണ് പിന്നെ അവിടെ പാണ്ടിക്കാട് നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ അവർ എൻ്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമായി. തുടർന്ന് അങ്ങോട്ടുള്ള യോഗങ്ങളിൽ ഫസ്റ്റത്തെ യോഗം നമ്മുടെ പാരകൻ അബ്ദുറഹ്മാൻകുട്ടി എളാപ്പാൻ്റെ വീട്ടിൽ വെച്ച് നടക്കുകയും വിപുലമായി കുടുംബസംഗമം നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തലപ്പാറയിൽ വെച്ച് നമ്മുടെ ആദ്യത്തെ കുടുംബസംഗമം നടക്കുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് പാണ്ടിക്കാട്, വേങ്ങര, കണ്ണമംഗലം, മലപ്പുറം ടൗൺ ഹാളിൽ ഇങ്ങനെ പല ഭാഗത്തും നമ്മുടെ വിപുലമായ സംഗമങ്ങൾ, മുനമ്പത്ത് കോയാമോജിൻ്റെ വീട്ടിൽ, ഇങ്ങനെ പല ഭാഗങ്ങളിലായി ഇതിപ്പോൾ 7ാമത്തെ കുടുംബസംഗമമാണ് നടക്കുന്നത്. പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഇതിനു മുമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മെമ്പറൊക്കെ ആയിരുന്നു നമ്മുടെ മുൻ പ്രസിഡൻറ്റ് മൂസാക്ക. ബാപ്പു കണ്ണമംഗലത്തെ ക്ഷണിക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ ഈ വേദിയുടെ അധ്യക്ഷൻ അഹമ്മദ് കുട്ടി മാഷർ, അതുപോലെ തന്നെ ഈ വേദി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കുടുംബത്തിലെ അംഗമായ ആലി ഹാജി, അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ബാപ്പുട്ടിക്ക, മറ്റുള്ള വേദിയിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, സദസ്സിലുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, 2012 നമ്മൾ ആദ്യമായിട്ട് ഒരു കുടുംബ സംഗമം ഇവിടെ അരങ്ങേറിയത്. അതിനുശേഷം 7 പ്രാവശ്യം 2024 ആകുമ്പോഴേക്കും ഇത്രയും അധികം ഒരു സംഗമം ഒരു കുടുംബത്തിലെ ഒരു ആളുകളും നടത്തിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കുടുംബത്തിലെ എല്ലാ ആണുങ്ങളുമായിട്ടുമൊക്കെ വളരെ അടുപ്പം എല്ലാവർക്കുമായി, അതുപോലെ തന്നെ സ്ത്രീകളിലെ ഭാഗത്തു നിന്നും എല്ലാവരും നല്ലൊരു സഹകരണം, മൊബൈൽ നമ്പറൊക്കെ കൈമാറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഒരു അവസരം ഉണ്ടാവണം. ഇപ്പോൾ ആർക്കും തന്നെ
ഒരു ഉറുപ്പ്യൻ്റെ മുടക്കില്ല. ഒരു മാസത്തിന് റീചാർജ് ചെയ്താൽ തന്നെ എത്രയും വിളിക്കാം എന്നുള്ളൊരു കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരസ്പരം ടെലിഫോൺ നമ്പറൊക്കെ കൈമാറി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ തന്നെയാണ് നമ്മളുടെ ഈ കുടുംബബന്ധം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ കുടുംബ സംഗമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് ഒരു അതിഥിയുണ്ട്, അപ്രതീക്ഷിതമായി വന്ന അതിഥിയാണ്. ദമാമിലെ വ്യവസായ പ്രമുഖനാണ് സാക്കി അബാദി. I very happily invite you to address these people. أعوذ بالله من الشيطان القوي الرجيم. بسم الله الرحمن الرحيم. وصلى الله على سيدنا ونبينا محمد وآل بيته وأصحابه أجمعين. السلام عليكم ورحمة الله وبركاته. يسعدني أن أقف في هذا الحفل. يسعدني أن أقف في هذا الحفل وأرحب بكم جميعا، وخصوصا بالإخوان حنيفة وعلوي وحسين وأبوهم من قبل، فكانوا لي أخوة. ويسعدني ويشرفني كذلك أن أرحب بالجميع في هذا الحفل البهي. وشكرا لكم والسلام عليكم ورحمة الله وبركاته. കുടുംബത്തിലെ ഒരു വ്യവസായ പ്രമുഖനാണ്. മൂസക്കുട്ടിയുടെ അമ്മായിൻ്റെ മകനും കൂടിയായിട്ടുള്ള മഹർ മുസ്തഫ ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കാം. അസ്സലാമു അലൈക്കും. ബഹുമാന്യ അധ്യക്ഷൻ, മറ്റ് വേദിയിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ എൻ്റെ ഉമ്മയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ സംഗമത്തിൽ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. ഈ സംഗമത്തിൽ ഈ ലോകത്ത് എൻ്റെ ഉമ്മ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ കൂടുതൽ ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും എനിക്ക് അത് കഴിയില്ല. അതങ്ങനെയാണ്. ഞാൻ എൻ്റെ ഉമ്മാക്ക്, ഞങ്ങൾ 7 മക്കളാണ്. അതിൽ ഒരാൺകുട്ടിയാണ് ഞാൻ. 7 മക്കളിൽ 3 പെങ്ങന്മാർ എൻ്റെ മൂത്തതും 3 പെങ്ങന്മാർ എൻ്റെ ഇളയതും. അപ്പോൾ ഞാൻ മുമ്പ് ഗൾഫിൽ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം ഒഴികെ എൻ്റെ അല്ലെങ്കിൽ യാത്രകളും ഒഴികെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ അല്ലാതെ ജീവിച്ചിട്ടില്ല. എന്നെ മറക്കാറില്ല, എന്നെ സ്നേഹിക്കാറുണ്ട്, എന്നെ ഇഷ്ടപ്പെടാറുണ്ട്. അതെൻ്റെ ഉമ്മയുടെ ദുആ അള്ളാഹു അപ്പടി സ്വീകരിച്ചതാണ് എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം. അല്ലാതെ ഒരു കഴിവും ഇല്ല എനിക്ക്. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരി പറഞ്ഞു പോവും. നമുക്ക് സമയം അതിനനുവദിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ദുആകളിൽ എൻ്റെ ഉമ്മാൻ്റെ പരലോകമോക്ഷം ഉൾപ്പെടുത്തണം, ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ്. എന്തായാലും അദ്ദേഹത്തെ ഞങ്ങളുടെ ചെവിടിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഉസ്താദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന്
അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ അധ്യക്ഷരെ, ചെവിടിക്കുന്നൻ ഫാമിലിയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കുടുംബസ്നേഹത്തിൻ്റെ അനുഗ്രഹീതമായ മുബാറക്കായൊരു മജ്ലിസിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വിശുദ്ധമായ ചര്യയെ അനുധാവനം ചെയ്യുന്ന സിലത്തുർ റഹ്ം, കുടുംബബന്ധം ചേർത്തിരിക്കുക എന്ന ഒരു പുണ്യകർമ്മം ഈ ഒത്തുചേരലിൽ ഉണ്ട് എന്നതുകൊണ്ട് ഇതൊരു മുബാറക്കായ സദസ്സാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ഇസ്ലാമിക സമൂഹം എന്നുള്ള നിലക്ക് നമ്മോട് കൽപ്പിക്കപ്പെട്ടതാണ്, നിങ്ങളുടെ രക്തബന്ധം നിങ്ങൾ ചേർത്തിരിക്കണം. റഹം എന്നാണ് ശരിക്കും ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. റഹം, ഉലുൽ അർഹാം എന്നാണ് ബന്ധുക്കളെക്കുറിച്ച് ഖുർആൻ്റെ ശൈലി. ഉലുൽ അർഹാം, റഹം എന്ന ശരിക്കുള്ള വാക്കിൻ്റെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. അപ്പോൾ ഉലുൽ അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ഉണ്ടായ ഒരു രക്തബന്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഏതോ ഒരാൾ ഒരു വിവാഹം കഴിച്ച് അതിൽ നിന്നുണ്ടാകുന്ന സന്തതി പരമ്പരയാണല്ലോ വലിയ ഒരു സമൂഹമായി വലിയൊരു കുടുംബമായിട്ട് മാറാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ തറവാട് പേരിലാണ് കുടുംബം അറിയപ്പെടുക. ഇപ്പോൾ ചൊവ്വടിക്കുന്നൻ എന്ന ഒരു തറവാട്ട് നാമായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇങ്ങനെ ഈ തറവാടുകളുടെ പേരിൽ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. ലോകത്തിൻ്റെ ഏറെക്കുറെ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത അനുഭവം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫാമിലി നെയിം എന്ന് പറയും, നമ്മൾ കുടുംബ പേര്. ഈ ഫാമിലി നെയിം തറവാട്ട് പേരായിട്ട് വേറെ എവിടെയും അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ കാണാറില്ല. ലോകത്തുള്ള ആൾക്കാരൊക്കെ പാസ്പോർട്ട് പരിശോധിച്ച് നോക്കിയാൽ നമ്മളെ പാസ്പോർട്ടിൽ മാത്രമാണ് ഈ കുടുംബ പേരുണ്ടാവുക, വേറെ ഉള്ളിലൊന്നും കുടുംബ പേരുണ്ടാവില്ല. അവരുടെ ഫാമിലികളെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു പിതാമഹൻ്റെ പേരിലാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ട ബനു ഹാഷിം എന്ന് പറയില്ല, റസൂലുള്ളാഹിൻ്റെ കുടുംബം ബനു ഹാഷിമാണ്. ആ ഫാമിലി അങ്ങനെയാണ്, ബനു ഹാഷിം. ബനു ഹാഷിം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹാഷിം എന്ന് പറയുന്ന ഒരു പുരാതന പിതാമഹൻ്റെ സന്തതി പരമ്പരകളാണത്. അതിൽ നിന്നുള്ള ഒരു ഫാമിലി ആരംഭിക്കുന്നത്. അങ്ങനെ അറബിയിൽ നിറയെ ഈ ബനു എന്നുള്ള പ്രയോഗമാണ്. ബനു സലമ അല്ലെങ്കിൽ ബനു മുത്തലിബ്, ഇങ്ങനെയാണ് അവർ പറയുക. മുത്തലിബിൻ്റെ മക്കൾ അല്ലെങ്കിൽ ഹാഷിമിൻ്റെ മക്കൾ, അബ്ദുമനാഫിൻ്റെ മക്കൾ, അങ്ങനെയാണ് പറയാം. അപ്പോൾ പിതാവിലേക്ക് ചേർത്തിയിട്ടാണ് ഇപ്പോൾ ബനു ഇസ്രായേൽ എന്ന് പറയും. ബനു ഇസ്രായേൽ, ഇസ്രയേലികൾ. ഇസ്രയേലികൾ എന്ന് പറയുന്ന ബനു ഇസ്രായേൽ ഇസ്രയേലിൻ്റെ മക്കളാണ്. ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ പേരാണ്. അപ്പോൾ യാക്കൂബ് നബിൻ്റെ മക്കളാണ് ഇസ്രയേൽ വംശം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഇത് വരാൻ കാരണം പുരാതന കാലത്ത് ഇവിടെ ഇസ്ലാമിക സമൂഹം ഉണ്ടാകുന്ന അധികം കൺവെർട്ട് ചെയ്തിട്ടാണ്. കുറേ ആളുകളൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, അറേബ്യയിൽ നിന്നും യമനിൽ നിന്നൊക്കെ കുടിയേറി വന്നവരുടെ തലമുറകളുണ്ടാവും. പക്ഷെ എന്നാലും അധികവും ഇവിടെ ഈ കൺവെർട്ട് ചെയ്ത്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന പുരാതനമായ വലിയ കുടുംബങ്ങളൊക്കെ മൊത്തം ഇസ്ലാമിലേക്ക് മാറിയിട്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗത രീതി മറ്റ് സമുദായങ്ങളുടെയൊക്കെ രീതി അവരുടെ തറവാട് ചേർത്ത് കണ്ട് പറയുന്നതാണ്. ഇല്ലങ്ങളൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നു, ഇല്ലങ്ങൾ. അപ്പോൾ ഇന്ന ഇല്ലം, ഇന്ന തറവാട്, ആ രീതിയിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടായിരിക്കണം നമ്മൾ മുസ്ലിം സമൂഹവും ഇങ്ങനെ മാറി വന്നപ്പോൾ നമ്മൾക്ക് ഈ തറവാട്ട് പേരുകൾ ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും ഒരു സമൂഹം ആരംഭിക്കുന്നത്. 2-3 കാര്യമാണ് ഞാൻ ഈ മഹത്തായ സദസ്സിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ ഇപ്പം നിങ്ങൾ കണ്ടെത്തിയ, യഥാർത്ഥം പറഞ്ഞ ഒരുപാട് 10 വർഷത്തിലേറെ 10-12 വർഷമായിട്ട് ഇത് നിങ്ങൾ സംഘടിപ്പിച്ച് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ പല ഭാഗത്ത് കേരളത്തിൻ്റെ പല ഏരിയയിലുള്ളവരെ കണ്ടെത്തി ഇതൊരു വലിയ സംഘമായി സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി, അതല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരുടെ ആഹ്വാനം മറിച്ചിടുന്നതിന് വേണ്ടി, അംഗീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി
ബ്രിട്ടീഷ് തന്ത്രം മെനഞ്ഞ് അധികാരി സമ്പ്രദായം ഏർപ്പെടുത്തിയതിൻ്റെ തുടക്കമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വേർപിരിയൽ. അധികാരിയെ വകവരുത്തിയെന്ന് നേരത്തെ സൂചിപ്പിച്ചു മാസ്റ്ററുടെ. അതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്ന് നോക്കി വളർത്തിയ മാതാപിതാക്കളടക്കമുള്ള ആളുകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ട് പോകണം, എവിടെയെങ്കിലും നിങ്ങളെ മക്കളുമായി നിങ്ങൾ ഒളിച്ച് താമസിച്ച് നിങ്ങളവരെ സംരക്ഷിക്കണം എന്നാണ് അവർക്ക് കിട്ടിയ നിർദ്ദേശം. ആദ്യത്തെ അനുസരണം വെളിയങ്കോട് ഉമ്രഖാദിയാണ്. മഹാനവറുകൾ നിർദ്ദേശിച്ചു ഈ സമരവുമായി നിങ്ങൾ സഹകരിക്കണമെന്ന്. ആ സമരവുമായി സഹകരിച്ചതിൻ്റെ പേരിൽ രണ്ടാമത്തെ നിർദ്ദേശത്തിൻ്റെ വഴി വന്നു. ആ നിർദ്ദേശം മാതാപിതാക്കളിൽ നിന്നാണ് ഉണ്ടായത്, അനുസരിക്കുക. അങ്ങനെ വീട് വിട്ടിറങ്ങി നമ്മുടെ ഈ കടലുണ്ടിപ്പുഴയുടെ പല ഭാഗങ്ങളിലായി കരപറ്റി ഒളിത്താവളം കണ്ടെത്തി ഒളിച്ച് ജീവിച്ച് ഇന്ന് പരസ്യമായി പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്ന ആളുകളാണ് നമ്മളെ കുടുംബങ്ങൾ. ആ ഒരു ഒരുമിക്കലും ആ ഒരു വേർപിരിയലും ഈ ഒരു ഒരുമിക്കലും ആ ഒരു വേർപിരിയലും നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അന്നുണ്ടായ പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഉള്ളൊരു കുടുംബമാണ് നമ്മളെ കുടുംബം. അതിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം ഐക്യമാണ്, ഒരുമയാണ്, അനുസരണയാണ്. ഇത് മൂന്ന് കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടവരാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വരും തലമുറക്ക് നമ്മളെപ്പോലെ ഈ കുടുംബത്തെ തേടി പിടിക്കേണ്ട ഒരവസ്ഥ ഇല്ലാത്ത രീതിയിൽ എല്ലാവരാലും ഒരുമിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് ഒത്തൊരുമയോടുകൂടി ഈ കുടുംബത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നയിക്കാൻ നമ്മുടെ വരും തലമുറയിലെ അതല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കളായ ആളുകളെ ഉപദേശിച്ചുകൊണ്ടും പരിശീലിപ്പിച്ചുകൊണ്ടും നമ്മൾ ഈ കുടുംബത്തിൻ്റെ നേതൃത്വം അവരുടെ കൈകളിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏകദേശം ഇപ്പോൾ അത് എത്തിയിട്ടുണ്ട്. തുടക്കം കുറിച്ച 2-3 വർഷങ്ങളിലൊക്കെ നമുക്ക് വളരെ പ്രയാസമായിട്ടുണ്ട് വയസ്സായ ആളുകൾക്ക്. ഇന്ന് അത് ഇല്ല. ഇന്ന് ചെറുപ്പക്കാരായ ആളുകളാണ്, നമ്മുടെ യുവാക്കളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതുതന്നെയാണ് അവരിൽ നിന്ന് വരും തലമുറക്കും നമ്മളെ കൊച്ചനുജന്മാർക്ക് ഇതിൻ്റെ മാതൃക പകർന്നുകൊണ്ട് നമ്മൾ ഈ കുടുംബത്തിനെ നല്ല രീതിയിൽ ഒത്തൊരുമയോട് സ്നേഹത്തോടു കൂടി നയിക്കണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഇതിൻ്റെ സംഗമ കാലത്ത് തുടക്കം കുറിച്ച ഒരുപാട് മഹാന്മാർ, ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് വലിയ നേതാക്കന്മാർ, ജ്യേഷ്ഠന്മാർ, എളാപ്പന്മാർ, മൂത്താപ്പന്മാർ, വല്യപ്പന്മാരൊക്കെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ സ്മരിക്കണം, ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ തുടർന്ന് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാഷടക്കമുള്ള, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആലിയാജി, മൂസക്കുട്ടി അടക്കമുള്ള, വാബുട്ടി ആജി അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ശരി, കോമു കണ്ണമങ്ങനെ ആശംസ അർപ്പിക്കുന്നു. അതിനുശേഷം അൽവിക്കുട്ടി നന്ദി രേഖപ്പെടുത്തുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഖൈറി ഖൽഖില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരവ് നിറഞ്ഞ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, അസോസിയേഷൻ്റെ ഭാരവാഹികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാർ, കുടുംബക്കാരന്മാർ, ഇനിയൊരു ആശംസ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല. എല്ലാവരും ഭക്ഷണത്തും കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. എന്തെന്ന് വെച്ചാൽ എൻ്റെ പേര് കോമുക്കുട്ടി എന്നാണ്. അത് കുറച്ചു കാലം കോമു എന്ന് പറയപ്പെട്ടിരുന്നു. കോമു എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരണന്മാരെ കൂട്ടത്തിലെ നമ്മുടെ ഏറ്റവും മുകളിലുള്ളൊരു പേരാണ് കോമു എന്നുള്ളത്. ഇനി ഈ കോമു പറഞ്ഞാൽ ഞാൻ ഇതോടുകൂടി അവസാനിക്കും. പിന്നെ പുതിയൊരു കോമു ഉണ്ടാകാൻ സാധ്യത നമ്മളെ കുടുംബത്തിലില്ല. കാരണം പുതിയ ജനറേഷനിൽ അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നില്ലല്ലോ. ഇനി തലമുറകൾ ആലോചിക്കുന്ന അവസാനത്തെ കോമു ഇന്ന ആളായിരുന്നു എന്നുള്ളത്. കാരണം അസോസിയേഷൻ്റെ
2-3 വർഷത്തെ ജനറൽ സെക്രട്ടറിയായി നിന്ന ആളാണ്. ഇവിടെ എല്ലാം പ്രതിപാദിച്ച ഒരു കാര്യം അബ്ദുൽ ഉസ്താദ് വളരെ വിശദമായി ഇങ്ങോട്ട് സംസാരിച്ചു, കുടുംബ ക്ലാസ് എടുത്തു തന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഐക്യത്തിന് വേണ്ടി പ്രയത്നിക്കുക, ഐക്യം നിലനിർത്തുക എന്നാണല്ലോ നമ്മുടെയൊക്കെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ഉദ്ദേശങ്ങളും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ഒരാശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷൻ അവസാനിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് 2 മണിക്ക് വിദ്യാർത്ഥി യുവജന പ്രവാസി സംഗമം നടക്കും. അതിൽ മുതിർന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ ആദരിക്കും. അതുപോലെ മറ്റു അനുമോദനങ്ങളും ഉണ്ടാകും. ചടങ്ങ് അവസാനിപ്പിക്കുന്നു. എന്തായാലും വളരെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട് ഈ പരിപാടികൾ. ഇതിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാണ്, നമ്മുടെ പരിപാടികൾ നടത്താൻ പുറത്തുനിന്ന് അങ്ങനെ ആളുകളൊന്നും കൊണ്ടുവരാന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്ന, സംഘടിപ്പിക്കാൻ കഴിയുന്ന സംഘാടന തികവുള്ളവരാണ് ചെവിടിക്കുന്നന്മാർ എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ബാധ വീണ്ടും തുടരാം. ഈ സെഷൻ അവസാനിക്കുന്നു. ഇതിന് നന്ദി പറയാൻ വേണ്ടി നമ്മുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് അലവിക്കുട്ടി കണ്ണമംഗലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാമത് നമ്മുടെ കുടുംബസംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്കാണ്. ആദ്യമായി ഖിറാഅത്ത് അവതരിപ്പിച്ച കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എടയാന്നൂർ, ഇതിലെ പ്രാർത്ഥന നിർവഹിച്ച മൊയ്തീൻകുട്ടി ഫൈസി, നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സി കെ അഹമ്മദ് കുട്ടി മാഷ്, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി, അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ ആലി ഹാജി കുഴിപ്പുറം, ബാപ്പുട്ടി ഹാജി പാണ്ടിക്കാട്, ബാപ്പു കണ്ണമംഗലം, മൊയ്തീൻകുട്ടി മാസ്റ്റർ തെന്നല, അതുപോലെയുള്ള എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന പാണ്ടിക്കാട് ഭാഗത്തുനിന്നും മമ്പാട് ഭാഗത്തുനിന്നും കുഴിപ്പുറം, കണ്ണമംഗലം, മറ്റ് അനേക സ്ഥലത്തു നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തി കൊണ്ട് ആദ്യ സെഷന് ഇവിടെ നിർത്തിവെച്ചതായിട്ട് കമ്മിറ്റിയുടെ അറിയിച്ചു കൊള്ളുന്നു. കടന്തോതി കാട്ടിയാൽ തരം നല്ല വീരിപ്പൂ മലക്കിടന്തൂതൈ ഉജ്ജത്താകെ ഹാജത്താകെ മഞ്ചുടലാളിൽ കഥ ചെപ്പിടരാവി ചൊർഗുരപ്പൂവി അപ്പള നടപ്പ് സുഖലാകെ സുഖലുടെ മടവികൾ എഴുന്തിട്ടാരോ ശുചഹുരം മുനമകം അഴുന്തിട്ടാരോ പൊട്ടി അടിയിടം കിട്ടി ഉടലിടം പൊട്ടി പ്രതിഫലം ചിരിവിടണ്ടാരോ അജവിടെ നിജമത് തിരുന്തിടനുടനടി എടവിയ വിളുത്തിട സഭമുണ്ട് വിരുത്തിടാ അജബുടെ നിജമത് തിരുന്തിടനുടനടി എടവിയ വീഴ്ത്തിട സഭമുണ്ട് വിരുത്തിട അപ്പള ചോടി താശി മടവിയൽ ഉരുപ്പൊടുക്കെ പിൻമോച മമയതു നിമിഷം കിടങ്ങ രാജ രാസായിരതകി സാസും ചെറുതെ കാലകാലമിൽ വാക്കും ഉമതേ രാസായനതകി സാസും ചെറുതെ കാലകാലമിൽ വാകും ഉമതേ ഉമക്കണന്തിടും പെരും കിസാസതെ അളവതെ തിരയാം അജബിന്ദിന്ദ ജവനെ അറയിങ്കൽ കടന്തൂത് അട്ടിയാൽ തരം നല്ല വിരിപ്പൂമല കീടന്തൂതൈ ഗോജാവിൻ ചിന്തരാജാവിൻ മുന്തിക്കസറാംഗം വിട്ടു കറജാകെ കിളി തപ്പീടെ അപ്പം തൊപ്പീടെ ചെപ്പൻ ചെപ്പിനതപ്യമ്പുകളാകെ പുകളുടെ വകമളി തിരുത്താരോ പുകളുടെ വകമളി തിരുന്തിട്ടാരോ വടവണ്ടിട്ടാരോ പൊട്ടി അടിയിട കിട്ടി ഉടലിടം പൊട്ടി പ്രതിഫലം ചെരി വിടണ്ടാരോ.
അസ്സലാമു അലൈക്കും. മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബ് നബിയെ സലാം അലൈക സലാം അലൈക. മനസ്സകം കവർന്നൊരു കനീവിൻ്റെ പൊരുൾ ഗുരു മെഹബൂബ് നബിയെ സലാം അലൈക സലാം അലൈക. മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബ് നബിയെ സലാം അലൈക സലാം അലൈക. റൂഹി ഫിദാക യാ റസൂലല്ലാഹ് റൂഹി ഫിദാക യാ നസീബല്ലാഹ് റൂഹി ഫിദാക യാ റസൂലല്ലാഹ് റൂഹി ഫിദാക യാ നസീബല്ലാഹ്. മദീനത്ത് 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 മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബ് നബിയെ സലാം അലൈക സലാം അലൈക. അസ്സലാമു അലൈക്കും. കനവാളേറി വന്ന് റഹ്മത്തൊളിവാഴിലെങ്കും അരുണനെ പുണർന്ന് റജബി ഖദീജത്തുങ്ങൾ കനവാളേറെ വന്ന് റഹ്മത്തൊളിവാഴിലെങ്കും അരുണനെ പുണർന്ന് അജബാറാടി വിണ്ണും വരളുമേറി ചന്തം അടരാടി തപസ്യറുവിന്നൂറ് ചിന്തും ശരഫാം തിരുക്കിറുഫാം ഇവൾ പാകി വസന്തം തൂകി സുഗന്ധം പാകി വസന്തം പൂകി സുഗന്ധം രജബി ഖദീജത്തുങ്ങൾ കനവാളേറെ വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണനെ പുണർന്ന്. ഹലോ, ഞാൻ വരെ അങ്കാരിയിലിരിക്കുവാനേ. ഞാൻ വരെ അങ്കാരിയിലാണേ. അസ്സലാമു അലൈക്കും. ചിന്നത്തിരി പൊഞ്ചലേച്ചിരി കൊത്തിക്കാത്തിരിയേ നാളെ കുഞ്ഞിനമ്മേ ആച്ച ചൊല്ലിതമ്മേ പന്തുകൾ കൊത്തിക്കളി കഥകൾ കൊത്തിക്കളി എന്ന പോലെ കളിയൂഞ്ഞാൽ തന്നളിനാനമേലെ ചിന്തുവരാന് പാഞ്ഞു പാൻ തേന് പോയ കാലമേ വെള്ളത്തരവേ നീ തല്ലുകുതമാന് വെള്ളത്തരമേനി തല്ലികുതമാന്. അസ്സലാമു അലൈക്കും. ചോറുകൾ തരമാൽ സലാമിൻ്റെ സുഗന്ധത്തേരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷ പുന്തിരി ചന്തം മുന്തിരി സുന്ദരി ചന്ദിരി ശോഭി സൂര മുരുൾക്ക സുറ അഹമ്മദ് ഗുണന്ത സുഗന്ധവൽ ഗന്ധ പുഗന്ധ കല്ലി മികന്ത് പൂത്തും ഫാത്തിമത്തെ സുഹറ മച്ചമി ലക്ഷണം വെച്ചൊരു റോജ മിക മിക തീക തീക സഖിയാലിയോജ തരുൾ തരുൾ ബുശ്റാൽ നബി തൻ പൊരുമകൾ സുഹറ സുഹറ ബത്തോൽ സാക്കിയ റാലിയ നോവാതെ നിന്നെ ആട്ടിയേ കണ്ണാലെ ചുംബിച്ചോദിയേ ഉള്ളാലെ നീറിൽ നാദിയേ നിന്നാലെ ഞാൻ പിരിഞ്ഞതും പിന്നാലെ നീ പിരിഞ്ഞതും ഉമ്മടെ പൊൻ
കാട്ടുകുള്ള പാട്ട് സത്തം കേക്കുതേ വാനമെട്ട കൂത്തായി വാടുതേ യേശു പിറந்தாൽ പിറந்த എൻ്റെ ദൂതം പാടിയേ വാനം മകിഴുതേ சின்ன சின்ன பூவே சிங்கார பூவே உன்னை அள்ளி அடிப்பேனோ பலஹா உன்னை அள்ளி அடிப்பேனான் அன்பந்த மலையிலே அகிரங்கள் நனையவே அதிரோபத்தாண்டி நானே വായ്ക്കോലിൽ മേലൊരു വൈരമായി വൈരമായി വന്നവൻ നിന്നിനാണേ. താങ്ക് യു. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും ആൺവിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനിന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമാൻ താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങു പതുങ്ങിയല്ലോ താര കൊള്ളുത്തുള്ളൊരാൾ ചെല്ലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പടമൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാൻ കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉറങ്ങ് 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 ഉറങ്ങ്. അസ്സലാമു അലൈക്കും. അമ്പിളിച്ചേരുള്ള അമ്പർമണമുള്ള ഇമ്പർ തരുണിയാൽ പൂമുത്ത് ഹാജറ ദൂതരിബായി ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹാജറ അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പർ തരുണിയാൽ പൂമുത്ത് ഹാജറ ദൂതരിബായി ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹാജറ സമ്പൂർണ്ണതീനിർത്തി ലങ്ങോമി ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ചു ഹാജറ അങ്ങ് വാനക്കൂണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളി കലയ്ക്കുള്ളില് ചോര തന്മുയൽ ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിന്നിയലിടും അമ്പിളി കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലാവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താര കൊളുത്തുള്ളൊരാൾ ചേലുട്ടും വെറ്റില ചെല്ലത്തിലോ മൂടിയ പാടെ മൂടും അത്രയും വെറ്റില തിന്നു വെക്കാൻ കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലി മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ്
حبنا هبنا شق دوما خير خلق الله طه روح فينا نور النار القونا بدر قد دينا جاعل كل العالمين رسولا فاح قلوب طيبيا هاديا لله ولد بعجب خلق بشرف صلي عليه دماما في مده حبيبي كل شفاء كل نجاة فاز من سلك نهجه سيد رسول الله نور النار القونا بدر قد دينا يا سيدي عند الإله مكرما حسن الله عليك قرآنا تعظيما يزع العرش والكرسي عند ولادة طه قد طال شوقي للنبي حسن مقام العز الدين حسن مقام العز الدين نور النار القونا بدر قد دينا حبنا هبنا شق دوما خير خلق الله طهروه فينا نور النار القونا بدر قد دينا نور النار القونا بدر قد دينا മലരായ പൂവി മെഹദിയാം ഖദീജ ബീവി മക്കയെന്നാൽ പുണ്യനാട്ടിൽ വിലസിടും നാരി ആത്തിമുന്നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചേ മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്നാൽ പുണ്യനാട്ടിൽ വിലസിടും നാരി കച്ചവടം കഴിഞ്ഞ് മുത്തുറസൂലുള്ള വന്ന് കല്യാണാലോചനക്ക് തൂങ്ങുന്നേ മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്നാൽ പുണ്യനാട്ടിൽ വിലസിടും നാരി ഗുഡ് ആഫ്റ്റർനൂൺ. നാടിൻ്റെ മകന് പൊന്മകന് മുത്തായവന് വിണ്ണും സൂര്യകനും ചന്ദ്രികനും ഒന്നായവന് കാലം കാത്തുവച്ച രക്ഷകന് സിംഹരകന് ഞങ്ങൾ തന്നെ നായി വന്നവന് ഭയമേ മാറി പൊമി എന്നന്തമ വന്നിൽ തൊന്നില്ല ഇരുട്ടി സിറ്റി പാടും രാജാവോട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ? റെഡിയല്ലേ? നമ്മൾ കുറച്ചു നേരം പാട്ടും പരിപാടി കൂടിയാണ്. അത് കഴിഞ്ഞ് 4:30-5 മണിയാകുമ്പോൾ
മറ്റു പരിപാടിയിലേക്ക് കടക്കും. അപ്പോൾ ഈ കുടുംബസംഗമത്തിന് ഞാനും ഒരു അതിഥിയായി ഇവിടെ എത്തിയിരിക്കുകയാണ്. ചവിടിക്കുന്നം കുടുംബസംഗമം 7ാമതാണ്. ഞാൻ ഈ സംഗമത്തിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. വേറെ കുടുംബസംഘങ്ങളൊക്കെ പോകാറുണ്ട്, പക്ഷേ 7ാമത് ഇത്ര ഒരു വലിയ സംഘമായിരിക്കും ഞാൻ കരുതിയില്ല. വേറെ പുറത്തൊക്കെ വലിയ വലിയ പുറത്തുനിന്നൊക്കെയുള്ള വാഹനങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടപ്പോൾ വല്ലാണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഏതായാലും വലിയൊരു കുടുംബം തന്നെയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതിനാണ് കുടുംബം എന്ന് നാം പറയാറുള്ളത്. ഇതുപോലെയൊക്കെ കൂടാനും എല്ലാവരും ഒരുമിച്ച് ബന്ധങ്ങൾ സൗഹൃദങ്ങൾ പുതുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. ഈ സംഗമത്തിന് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹത്തോടെയുള്ള നല്ല ദിനരാത്രങ്ങൾ സർവശക്തനായ തമ്പുരാൻ നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്കറിയാം സർവശക്തനായ തമ്പുരാൻ്റെ ഔദാര്യം ഇല്ലെങ്കിൽ നമ്മളാരും ഒന്നുമല്ല എന്നുള്ള ഒരു ഗാനത്തിന് ശബ്ദം നൽകിക്കൊണ്ട് 1-2 പാട്ടുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ പാടാനും എനിക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും, ഹനീഫ, മുഹമ്മദ് മാഷ്, ഞാൻ പറപ്പൂർ തെക്കേക്കുളമ്പിലുള്ളതാണ്, കുറേ ആളുകൾക്ക് എന്നെ അറിയാം. ഏതായാലും ഒരു ഗാനത്തിന് ശബ്ദം പരിശാനതും വടിവാൾ പുകൾ മാം വിളമ്പിടലാം അവരന്തരമേലുള്ള ചന്ദിരനുക്കതിരോനിലും തെളിവായി. മക്കാപുരിയാവേ ആഘോഷരാവേ മഹിമാർ കുറേശേ കല്യാണരാവേ. മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാർ കുറേശേ കല്യാണരാവ്. മെഹബൂബ് നൂറുൽ അമീനോരേ രാവ്. മെഹബൂബ് നൂറുൽ അമീനോരേ രാവ്. മുഹബത്തിൻ ബീവി താഹിറായി വിളങ്ങും രാവ്. മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാർ കുറേശേ കല്യാണരാവ്. രജബി ഖദീജത്തുങ്കൽ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുളെന്നെ പുണർന്ന്. രജബി ഖദീജത്തുങ്കൽ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുളെന്നെ പുണർന്ന്. അജബാരാണി വിണ്ണും അരുളും ഏറെ ചന്തം അടരാടീന്തമസിൽ നെറുവിന്നൂറു ചിന്തും ശരഫാം തിരുക്കിരുപ്പാം ഇവൾ ഭാഗ്യ വസന്തം പോകി സുഗന്ധം പാകി വസന്തം പോകി സുഗന്ധം. മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാർ കുറേശേ കല്യാണരാവ്. മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാർ കുറേശേ കല്യാണരാവ്. വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളി കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങ് നീലത്തുരത്തില് നീർപ്പരപ്പിൽ നിയലിടും അമ്പിളി കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനങ്ങ് നെഞ്ചത്ത് വെറ്റി ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങു പതുങ്ങിയല്ലോ. തള കൊടുത്തുള്ള
പിള്ളരാൽ ചേലക്കും വെച്ചിലെ ചൊല്ലത്തിലോ ഭൂമിയുടെ പാടെ മൂടും അത്രയും വെച്ചിലയിട്ടു വയ്ക്കാം കുഞ്ഞ് വാവേ കഥ കേട്ട് മെല്ലെ മിഴിപ്പോണ്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് നീ നടന്നു പോകുമാ നീണ്ട നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരി നീ എതിരെ നിന്നതേതുമേ താരയങ്ങു നീട്ടുവ ചാലുതീർത്തുമെത്തുമേ നീയൊഴുക്കുകൾ തൊട്ട് താലോടിക്കൊണ്ട് കാറ്റിലെ നമ്പരം ചിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ തിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും കൂടു നീ തെറ്റകറ്റാൻ നീ എന്നും മുന്നിൽ തേടുണരും നീ എന്നാ വിത്തെടുത്ത് മണ്ണൊരു നാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപോത്ത് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് നിന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് മതി. ரஜபி ஹதீஜத்துங்கள் கனவாலேறி வந்து ரஹ்மத்தொளிவாயிலெங்கும் அருணன்னே புணர்ந்து ரஜபி ஹதீஜத்துங்கள் கனவாலேறி வந்து ரஹ்மத்தொளிவாயிலெங்கும் அருணன்னே புணர்ந்து அஜபாராணி வேண்டும் மருளும் மேரி சந்தம் അടരാടി തപസ്സിൽ നെറുവിന്നൂറു ചിന്തും ശരഫാം തിരുകിരഫാം ഇവൾ പാകി വസന്തം തൂകി സുഗന്ധം പാകി വസന്തം തൂകി സുഗന്ധം രജബി ഹദീജത്തുങ്ങൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണന്നെ പുണർന്ന് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ് മെഹബൂബ് നൂറുൽ അമീനോരേ രാവ് മെഹബൂബ് നൂറുൽ അമീനോരേ രാവ് മുഹബത്തിൻ ബീവി ത്വാഹിറ വിളങ്ങും രാവ് മക്കാപുരി ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ് ഉണ്ടേനു മിഷ്കാത്ത് ബാരിക്കൽ ബന്ദിടെ ഹൂറുന്നിസാവരാം പരിശാനതും പടിവാൽ പുകമാം വിളമ്പിടലായി അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ ഉണ്ടേനു മിഷ്കാത്ത് ബാരിക്കൽ ബന്ദിടെ ഹൂറുന്നിസാവരാം പരിശാനതും പടിവാൽ പുകമാം വിളമ്പിടലായി അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട CK ഫാമിലി അംഗങ്ങളെ, ഞാനൊരു പ്രാസംഗികനോ ഒന്നുമില്ല കേട്ടോ. അത് കണ്ട് ആരും ഇനി കൂടുതൽ പ്രസംഗിക്കുന്നൊന്നുമില്ല.
എന്നിരുന്നാലും 2012 സ്റ്റാർട്ട് ചെയ്ത നമ്മൾ സംഗമം 2024 ആയപ്പോഴേക്കും 7 സംഗമം നടത്തി. ഈ ഓരോ സംഗമത്തിൻ്റെയും വ്യാപ്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച നമ്മളെ മാഷ്, അതുപോലെ തന്നെ കുറേ അണികളും കുറേ ആളുകളുണ്ട്. നമുക്ക് ഒരു സംഗമം നമുക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ മാഷ് ആദ്യം കോൾ ചെയ്യണം, എന്നാലും നമുക്ക് സംഗമത്തിന് നമ്മൾ മുന്നോട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെ സംഗമത്തിൻ്റെ മുന്നോടിയുള്ള മീറ്റിംഗ് കൂടുമ്പോൾ ഇതുവരെ നടത്തിയ സംഗമത്തിന് എല്ലാം കാണുന്ന ഒരേ മോറ, ഒരു മോശമായ ഒന്നും മാറ്റങ്ങളൊന്നുമില്ല. ഈ പോക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സംഗമത്തിന് കോട്ടങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഇത്രയും ആളുകൾ നല്ല യൂത്തന്മാരായ കഴിവ് തെളിച്ച ചെക്കന്മാർ ഇനിയുള്ള അടുത്ത ഒരു പുതിയൊരു കമ്മിറ്റിയിലേക്ക് കയറി വരണം. അങ്ങനെ കയറി വരുമ്പോഴാണ് നമ്മൾ സംഗമത്തിൻ്റെ ഒരു വോളിയം, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, കരുത്ത് കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. എന്നിൽ അർപ്പിതമായ സബ്ജക്റ്റ് സ്വാഗതം നേരുക എന്നുള്ളതാണ്. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം നേർന്നുകൊണ്ട് ഈ ഒരു സംഗമം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കൊച്ചു അനിയന്മാരെ, അനിയത്തിമാരെ, നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ സംഗമത്തിലാണ് നമ്മളുള്ളത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 7ാമത് ചെവടിക്കുന്നൻ കുടുംബത്തിൻ്റെ വലിയ ഒരു സംഗമമാണിത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും കുടുംബ ബന്ധങ്ങൾ പുലർത്തുകയും ഒക്കെ ചെയ്തു. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന സെഷൻ യൂത്തിനെ കുറിച്ച്, യൂത്ത് നമ്മോട് എന്തൊക്കെയാണ് സംവദിക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ്. ഈ വിഷയത്തിൻ്റെ മുന്നോടിയായി ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട 5-6 പോയിന്റുകളെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് നേരത്തെ എൻ അബ്ദുൽ കുട്ടി മുസ്ലിയാർ ചേറൂർ നമ്മുടെ മുന്നിലിട്ടിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ മദ്രസകളിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിച്ചത്. സൂറത്ത് ഫാത്തിഹ പഠിച്ചത് മദ്രസയിൽ നിന്നാണ്. നമ്മൾ മലയാളം എഴുതാനും വായിക്കാനും പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പുതുതായി നാം നേടുന്നതെല്ലാം നമ്മൾ പഠിച്ചത് ഇതുപോലുള്ള സ്കൂളുകളും മദ്രസകളും തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു ഉയരുന്നത്. ഇതൊരു അക്കാഡമിക്കൽ വിവരമാണ് എന്ന് പറഞ്ഞാൽ സ്കൂൾ മദ്രസയിൽ നിന്നുള്ള കിട്ടുന്ന പഠനമാണ്. അവസാനം ആ വർഷം കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, നമ്മൾ ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും എൻ്റെ ഉപ്പമാരോടും എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടൊക്കെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എവിടെ നിന്നാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല പാരൻ്റ് ആവുക, നല്ല പിതാവാവുക, നല്ല ഉമ്മയാവുക എന്നത് നാം പഠിച്ചത്? നേരത്തെ ഉസ്താദ് രാവിലെ വലിയൊരു ചോദ്യം തന്നെയാണ് നമ്മോടിട്ടത്. നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചത്? വിവാഹത്തിന് മുന്നെയോ അതിന് ശേഷമോ നമുക്കിതുപോലെ ഒരു ക്ലാസ് ഒന്നുമില്ല. നമ്മൾ എവിടെ നിന്നെയാണ് നമ്മൾ പഠിച്ചത്? നമ്മളുടെ രക്ഷിതാക്കളിൽ നിന്നായിരിക്കും. സ്വാഭാവികമായിട്ടും അതിൽ പലതും തെറ്റും ശരിയുമുണ്ടാകും. അന്ന് നമ്മുടെ രക്ഷിതാക്കൾ എന്താണോ കാണിച്ചത് അത് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്.
നമ്മുടെ രക്ഷിതാക്കൾ വളർത്തിയതുപോലുള്ള ഒരു സിറ്റുവേഷൻ അല്ല, സാഹചര്യമല്ല ഇന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കുട്ടികളെ വളർത്തുന്നതിനനുസരിച്ച്, ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ അല്ല നമ്മളെ രക്ഷിതാക്കൾ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല, പഠിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്നാണ് നമ്മുടെ കുട്ടികളോട് എന്നും നമ്മൾ പറയുന്ന കാര്യം, നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കരുത്, എൻ്റെ മൊബൈൽ ഫോൺ എടുക്കരുതെന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്. പക്ഷേ അവർ വീണ്ടും അതെടുക്കും, കുറേ സമയം അവരതിൽ ചെലവഴിക്കും. നമുക്കത് പറയാൻ കഴിയില്ല. എങ്ങനെ അത് എടുക്കരുതെന്ന് 100% റിസ്ട്രിക്റ്റ് ചെയ്ത് നിർബന്ധിച്ച് നമ്മൾ മറച്ചു വെച്ചാലൊന്നും നമുക്ക് കഴിയില്ല. നമ്മളെ പാസ്വേഡ് എങ്ങനെയെങ്കിലും അവരെടുക്കും, എന്നിട്ട് വീണ്ടും അവർ മൊബൈൽ ഫോൺ എടുക്കും. കാരണം അവർ ജനിച്ച സിറ്റുവേഷൻ വേറെയാണ്, അവർ ജനിച്ച സമയം വേറെയാണ്, അവർ വളരുന്ന സമയം വേറെയാണ്, അവരുടെ വളർച്ചയുടെ രീതിയും ഭക്ഷണവും അവരുടെ ജീവിത സാഹചര്യവും എല്ലാം വേറെയാണ്. ഇന്ന് എല്ലാവർക്കും നമ്മളെ കുടുംബത്തിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരാളുകൾ പാണ്ടിക്കാടാണ്, മറ്റൊന്ന് വയനാടാണ്, കണ്ണൂരാണ്, മലപ്പുറത്താണ്, ഇവിടെ കണ്ണമംഗലത്താണ്. ഇങ്ങനെ എല്ലാവരും കൂടി കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് സാധിക്കില്ല എങ്കിൽ ഇന്ന് ലോകത്ത് അതിന് സംവിധാനമുണ്ട്. അതാണ് ഓൺലൈനിലൂടെ ഒരുപാട് കോച്ചിങ് നടക്കുന്നുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കാൻ സാധിക്കുന്ന നിരവധി ക്ലാസ്സുകൾ പുറത്തു നിന്നും അകത്തു നിന്നും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ പോലും, നമ്മുടെ മാഷിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത്തരം സംവിധാനങ്ങളുള്ള ഈ ലോകത്ത് നമ്മൾ മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്, സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ മക്കൾ ഉന്നതിയിലെത്താൻ, എല്ലാ രംഗത്തും എത്താൻ, വിദ്യാഭ്യാസ രംഗത്തായാലും സാംസ്കാരിക രംഗമായാലും രാഷ്ട്രീയ രംഗത്തായാലും വളർന്നു വരാൻ ഈ കുടുംബത്തിന് സാധിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ യൂത്ത് വിങ്ങിൻ്റെ സെഷൻ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഞാൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അലവിക്കുട്ടി സാഹിബിന് ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾ 8-9 മുകളിൽ ഉള്ള 8ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ കുട്ടികളുടെയും ഡാറ്റ കളക്ട് ചെയ്ത് അവർക്ക് സാധിക്കുന്ന പ്രോഗ്രാമുകൾ, അവർക്ക് സാധിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ എല്ലാ രംഗത്തും, തൊഴിൽ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും എല്ലാം നമുക്ക് നടത്താൻ സാധിക്കുന്ന വ്യക്തമായ ഒരു പ്ലാനിങ് നമുക്ക് ഇടേണ്ടതുണ്ട്. അതിന് ആ ലിങ്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സെയ്ദ് സാർ. സദസ്സിൽ സ്നേഹഭാഷണം നടത്തുന്നു കുടുംബാംഗമായ മുഹമ്മദ് ഹനീഫ് അസ്ഹരി. ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഖൈറുക്കും ലി അഹ്ലിഹി അന ഖൈറുക്കും ലി അഹ്ലിഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തിന് വിജയത്തിൻ്റെ പാന്താവിലൂടെ അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. സുദീർഘമായി സംസാരിക്കുകയല്ല. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, എൻ്റെ ജ്യേഷ്ഠന്മാർ, കൊച്ചനുജത്തിമാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നൽകുന്നതിനോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ നേരത്തെ മരണപ്പെട്ടു പോയി. അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിപ്പുള്ള നമ്മുടെ ഉപ്പമാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആരോഗ്യം നിലനിർത്തുമാറാവട്ടെ. അതിനോടൊപ്പം ആരോഗ്യത്തിനേക്ക് കോട്ടം സംഭവിക്കുന്ന ദിവസവും ഒരുപാട് രോഗങ്ങൾ നമ്മിൽ വന്നുകൊണ്ടിരിക്കുന്നു.
ആ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു തആല പരിപൂർണമായി ശമനം നൽകുമാറാവട്ടെ. മാരകമായ വല്ല രോഗങ്ങളുടെ അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒക്കെ ദൂരീകരിച്ച് പരിപൂർണമായി സമാധാനം നൽകുമാറാവട്ടെ. നമ്മുടെ ഈ വേദിയിൽ വെച്ച് നമ്മുടെ കുടുംബ അസോസിയേഷൻ്റെ കാരണവന്മാരായ അതിൽ പ്രധാനികളായ 2 പേരെ ആദരിക്കുകയാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് നാം ഇതുപോലെ ഒരിക്കലും ഒരുമിച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി നമ്മുടെ ഒരു കുടുംബ സംഗമം തലപ്പാറയിൽ വെച്ച് നടക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പാണ്ടിക്കാടുള്ള ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു, ചെവിടിക്കുന്നൻ എന്ന വീട്ടുപേരുള്ള. അറിയില്ലായിരുന്നു ഇവരും ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് അന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. പിന്നീട് നമ്മുടെ കുടുംബത്തിലെ പ്രധാന നേതാക്കൾ പലരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായി മലയാള മണ്ണിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിറകറ്റ് കിടന്നിരുന്ന അവർ ഒരു മുത്തുമാലയിൽ നിന്ന് പൊട്ടിയറ്റ് വീണ് ചിതറിക്കിടന്നിരുന്ന കുടുംബങ്ങളെ അവരെല്ലാവരും ഒരുമിച്ച് ചേർത്ത് പല ദേശങ്ങളിൽ നിന്ന് എല്ലാവരെയും വിളിച്ചു ചേർത്ത് നാം എല്ലാവരും ഒരു കുടുംബാംഗങ്ങളാണ്, നാം എല്ലാവരും ഒരുമിച്ചിരിക്കേണ്ടവരാണ്, ഒരുമ്മയുടെയും ഉപ്പയുടെയും മക്കളും പേരമക്കളുമാണെന്ന് പറഞ്ഞ ആ ഒരു സന്ദേശം നമുക്ക് കൈമാറി നമ്മളെ പലതവണ ഇതുപോലെ ഒന്നിച്ചിരിക്കാൻ ഒരു വേദി ഒരുക്കി തന്ന നമ്മുടെ പ്രധാനികളായ 2 നേതാക്കന്മാർ, 3 നേതാക്കന്മാരെയാണ് ഇവിടെ വെച്ച് ആദരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് CK അഹമ്മദ് കുട്ടി മാസ്റ്ററെയും നമ്മുടെ ട്രഷറർ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയെയും അതുപോലെ നമ്മുടെ എല്ലാമായ ആലി ഹാജിയെയും ഈ വേദിയിൽ വെച്ച് യൂത്ത് വിങ് ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മാസ്റ്റർക്കുള്ള മൊമെൻറ്റോയും ഷോളും നൽകി അവരെ ആദരിക്കുന്നതിന് വേണ്ടി യൂത്ത് വിങ്ങിൻ്റെ അജയ്യരായ പ്രസിഡന്റ് മുജീബിനെയും ട്രഷറർ ഷാനവാസ് മമ്പാടിനെയും പ്രവാസി സാരഥി ബഹുമാനപ്പെട്ട ഹനീഫ തെക്കേകുളമ്പിനെയും ഞങ്ങളുടെ എല്ലാമായ അലവിക്കുട്ടി കണ്ണമംഗലത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദരണീയരായ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി മാസ്റ്ററെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുടുംബ അസോസിയേഷൻ കാരണവരനായ ബൗട്ടി ഹാജിയെ ക്ഷണിക്കുന്നു ആദരിക്കാൻ വേണ്ടി. യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി അസീസ്, ജോയിൻറ്റ് സെക്രട്ടറി അൻവർ മാഷർ, ഷഫീഖ്,
നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഏറെ പ്രായം ചെന്ന 2 കാരണവന്മാരെ കൂടി നമ്മൾ ആദരിക്കുകയാണ്. മമ്പാട്ട് സ്വദേശിയായ നമ്മുടെ കാരണവർ കുഞ്ഞവറാൻകുട്ടി സാഹിബിനെയും അതുപോലെ നമ്മുടെ പാണ്ടിക്കാടുള്ള കുഞ്ഞു ഹാജി എന്നിവരെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നതിന് വേണ്ടി അലവി യൂത്ത് വിങ്ങിൻ്റെ പ്രധാനികളായ മുജീബിനെയും അലവിക്കുട്ടിയെയും ക്ഷണിക്കുകയാണ്. ആദ്യമായി മമ്പാട് സ്വദേശിയായ നമ്മുടെ കാരണവർ കുഞ്ഞവറാൻകുട്ടി എന്നിവരെ ക്ഷണിക്കുന്നു വേദിയിലേക്ക്. ഏറെ ബഹുമാനം നിറഞ്ഞ നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, അനുജത്തിമാരെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ, ഈ മഹാകുടുംബത്തിൻ്റെ, വലിയ കുടുംബത്തിൻ്റെ 7ാമത് സംഗമത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ സംഗമം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഒരു വലിയ സദസ്സ് നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നു. അടുത്തതായി ഒരു ഗാനം ആലപിക്കുന്നു. ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ കുടുംബാംഗം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി, ഒരു കുട്ടി, ജബ ഫാത്തിമ, മമ്പാട് സ്വദേശിയായ ജബ, തൻ്റെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനിയാണ്. ജബയെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കപ്പൽ പായുഷർത്തീരാ പകൽകളൂടി എത്തിടെ ഷഹർ മുഖല്ല ബസ്തി തന്നിൽ കൂടി കേറുകുത്തുസേത്തി ബന്ദി ത്വാഹ തങ്ങളണ്ടി കീലതായ തല തുണ്ടായിരു നാര്യണ്ടി ബാറുകൾ തരീത്ത് ബീന്തർ ചേരമാനുള്ളി എണ്ട് ചെമ്പിന്ത ഫുവാസം ഏറ്റണേ ഫുൾ ചേർന്തി ചീർക്കിട ചക്കോൽ മലർച്ചിൻ ദാമരഫാദത്തിൽ ചെമ്മതി കിരീക്കിടം ഏടൂത്ത സീറൈ താഴ്ത്തി வாழ்த்தி பணிந்து தீ புகழ் போத்தி பெருமாள் சிரசில தங்கம் கொடுஃபுங்கும் கடல் தங்கள் கரமாள் தசுகவே வாழ்த்தி தல நீர்த்தி தன்னை வார்த்தா புதுமாள் சகலமே பாதி தவர் சோதி தன்னிலோதி பிரியமாள் സഭയില്ല ഫുല്ലികൾ അറബികൾ നല്ലവർ സുഹാബുകൾ പലരും ഒരുമേൽ ബലിമഹലറിലെ നിലവിലതിപതി കലിമ മൊഴികവേ പൊലിവ് കടൽ പടിയലകൾ മുളികവേ
മുളികവേ സ്വർഗം കൊണ്ട് മുസ്തഫാഭിഷ്കം ദുആ മുളികവേ ഹഖൻ തന്നിൽ മുത്തിയവർക്കായി ആനവർക്കം നാദരഫേർ വെത്ത് താജുദീന ആയതിൻ ഫിൻ തങ്ങൾ കൂടെ പോയവർ മദീന താനമിൽ ഫുറുത്ത് മാലി കുൽ ഹബീബ് ദീനാർ തൻ്റെ ജാമി ജാദരൂഫി നാം റജിയത്താനാം മാനരി മണം ഉടിത്തി മംഗളം കശീർത്തി മാഹിർ നബിയിലൊരു നാളവർ ഉരത്തി ഊനമിൻ കഥാച്ചിലൻഹ സിറ്റിടുന്നാറിയണ്ടി ഊക്കർ മോജിസാത്ത് വേലെ ഹസ്തമാർ തൂർത്തുണ്ടേ തൂർത്ത കള്ള തീർത്തിട്ടുടെ ശോർത്തി തുളകൾ ഇരടിലും സ്വർഗത്തിനിലർക്കാത്തിനായി കൂർത്ത് ചെവിയുൾ കടുകവെ ഒറ്റ പുറം പൊത്തി പിടിഫിത്ത തരുകൾ ഒരു കൊല്ല ഇതിലനവധിയധികം കൊതിയനും മതിയിൽ തെളി മുഹമ്മദ് ഫിരിഷമൽ മദനി തനിയവർ ചിതറും ഒരു കുല്ലം പദവിയോട് ഫുറുതതിൽ ഫിറൈ ത്വാഹനബിൻ്റെ ഹിജ്റ ത്വാഹദൻ്റെ താരുൾ മാഹിയർ തൻ്റെ തിരുവരുൾ കൊണ്ടേ എരികപ്പൽ പായു ചേർത്തീരാ പകൽകളോടി എത്തിടെ ഷഹർ മുഖല്ല ബസ്തി തന്നിൽ കൂടി. ഇനി ഇതിൻ്റെ സംഘടന ഒന്ന് പുനർക്രമീകരിക്കേണ്ടതുണ്ട്, പുനഃസംഘാടന നടത്തേണ്ടതുണ്ട്. അതുപോലെ യൂത്ത് വിങ്ങിന് ഒരു പുതിയ കമ്മിറ്റിയെ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ഒരു അവലോകനം നടത്തേണ്ടതുണ്ട്. തുടർന്ന് ഈ കാര്യങ്ങളൊക്കെ തുടർന്ന് നടക്കുന്ന മീറ്റിങ്ങുകളിൽ നടക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാണ്ടിക്കാട് ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് പോകാനുള്ള വാഹനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. പാണ്ടിക്കാട് ഭാഗത്തു നിന്ന് വന്നവർ വാഹനങ്ങളിലേക്ക് പോകണം എന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. അനിഫാക്ക ഇല്ല, സാബിത്ത് രണ്ട് വാക്ക് ആശംസ. എന്നാൽ നന്ദിയും ആശംസയും കൂടി അറിയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സാബിത്തിനെ ക്ഷണിക്കുന്നു. പാണ്ടിക്കാട് നിന്ന് വന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ വന്ന അതേ ബസ്സിൽ തന്നെയാണ് കയറേണ്ടത്. എങ്കിൽ മാത്രമേ ആ ക്രമീകരണം ശരിയാവുകയുള്ളൂ. പോകുന്ന സമയത്ത് കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ അവിടെ മെയിൻ ഗേറ്റിനടുത്ത് അവിടെ നമ്മുടെ കലണ്ടർ റെഡി ആയിട്ടുണ്ട്, അത് വാങ്ങണമെന്ന് അറിയിക്കുന്നു. നന്ദി അറിയിക്കുന്നതിന് വേണ്ടി സാബിത്തിനെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ മഹാസംഗമത്തിൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു സംഗമം ഒരുക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിച്ചത്. എനിക്ക് ഈ പ്രോഗ്രാമിൽ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മറ്റു പല കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സംഗമത്തിൽ നമുക്ക് എല്ലാവർക്കും ഇതിലേറെ കരുത്തോടെ ഊർജത്തോടെ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.